കേരള ജനപക്ഷം പാർട്ടി ബി.ജെ.പിയിൽ ലയിക്കുന്നതിൽ തീരുമാനമായെങ്കിലും ബി.ജെ.പി ദേശീയ നേതൃത്വവുമായി ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നിരുന്നില്ല. പി.സി. ജോർജ് മകൻ ഷോൺ ജോർജ് എന്നിവർ ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ, കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കർ അടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. നോബിൾ മാരിക്കാരൻ വിശദാംശങ്ങളുമായി. നോബിൾ, ഇന്ന് ഉച്ചയ്ക്ക് വാർത്താ സമ്മേളനം, ജെ.പി. നദ്ദ പങ്കെടുക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ബി.ജെ.പിയിലേക്ക് ചേരും എന്നുള്ളതാണ് പി.സി. ജോർജ് നൽകുന്ന സൂചന. കഴിഞ്ഞ ദിവസം ഒരു ചർച്ച നടന്നു, ഇന്ന് കൂടുതൽ വിശദമായ ചർച്ച നടക്കും. അപ്പോൾ കർഷക പ്രശ്നങ്ങളിൽ ഒരു തീർപ്പുണ്ടാകുന്ന വിധത്തിൽ എന്ന് വെച്ചാൽ അദ്ദേഹം ചില വിഷയങ്ങൾ ഉന്നയിക്കുന്നു, ആ വിഷയങ്ങളിൽ തീർപ്പുണ്ടായാലേ ഞാൻ ബി.ജെ.പിയിൽ ചേരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് അവകാശവാദം. നികേഷ്, സംസ്ഥാനത്ത് എന്താണെങ്കിലും ബി.ജെ.പിയിൽ ചേർന്ന തീരുമാനം എടുത്തിരുന്നു. പക്ഷേ സംസ്ഥാനത്ത് മാത്രമല്ല, ദേശീയ തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൃത്യമായി നടന്നിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദില്ലിയിലേക്ക് പി.സി. ജോർജ് അടക്കമുള്ളവർ എത്തിയിരിക്കുന്നത്. പി.സി. ജോർജ് അടക്കം ദില്ലിയിലെത്തി ജെ.പി. നദ്ദ, അതോടൊപ്പം തന്നെ പ്രകാശ് ജാവദേക്കർ അടക്കമുള്ളവരായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഒരു പാർട്ടി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് അന്തിമ തീരുമാനമെടുക്കുള്ളൂ. ഒരുപക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ചേരാനുള്ള സാധ്യതയും ഉണ്ട്. നിലവിൽ പി.സി. ജോർജിന് ഒപ്പം എത്തുന്ന ആളുകളുടെ പദവികൾ, അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ ചർച്ചയാകാനുണ്ട് എന്നാണ് നമുക്ക് അറിയാവുന്നത്. ഈ കർഷക പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കണം എന്ന ആവശ്യം പി.സി. ജോർജ് പറയുമ്പോഴും മറ്റുള്ളവർക്ക്, അതായത് ഒപ്പം എത്തുന്ന ആളുകൾക്ക് ഏതൊക്കെ പദവികൾ ലഭിക്കണം, അതോടൊപ്പം തന്നെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളൊക്കെ ഇതിനകത്തുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും ചർച്ചകൾ ഇന്ന് തന്നെ അവസാനിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ കുറച്ച് നേരം കൊണ്ട് മാത്രം ചർച്ചകൾ ചെയ്ത സംഭവത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നാണ് അറിയുന്നത്. ഒരുപക്ഷെ ഇന്നിപ്പോൾ 2 മണിക്ക് തന്നെ ബി.ജെ.പിയിൽ ചേരാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഒരുപക്ഷെ കോട്ടയത്ത് ഒരു മഹാലേഖന സമ്മേളനം നടത്താനുള്ള സാധ്യതയും എന്താണെങ്കിലും ഉണ്ട്. പി.സി. ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങളിലൊക്കെ കോട്ടയമാണ് ഏറ്റവും അധികം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു വലിയ ലയന സമ്മേളനമാക്കി അതിനെ മാറ്റാനുള്ള നീക്കം ഉണ്ട് എന്നറിയുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ജെ.പി. നദ്ദയും അതോടൊപ്പം തന്നെ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ആ കൂടിക്കാഴ്ചയിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പി.സി. ജോർജ് കോട്ടയത്ത് നിന്ന് മത്സരിക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ചർച്ചയുടെ പരിഗണനയ്ക്ക് വരും എന്നാണ് അറിയുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ചർച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഇതിലൊരു കൃത്യമായ ചിത്രം നമുക്ക് ലഭിക്കുള്ളൂ. പക്ഷേ ഇന്ന് 2 മണിക്ക് സാധാരണഗതിയിൽ ബി.ജെ.പി നേതാക്കൾ മെമ്പർഷിപ്പ് എടുക്കുന്നത് ബി.ജെ.പി ദേശീയ ആസ്ഥാനത്ത് നേതാക്കളുടെ കയ്യിൽ നിന്ന് മെമ്പർഷിപ്പ് മേടിക്കുന്ന പതിവാണ് ഉള്ളത്. പി.സി. ജോർജിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതല്ലെങ്കിൽ ഒരു പക്ഷേ കോട്ടയത്ത് ലയന സമ്മേളനത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ശരി.